ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത് സ്വപ്ന സുരേഷ് ആയിരുന്നു. വീണ്ടും രാഷ്ട്രീയം ചൂട് പിടിക്കുമ്പോൾ സ്വപ്ന സുരേഷും വാർത്തകളിൽ ഇടം നേടുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് രംഗത്തെത്തിയത് വിവാദമായിരുന്നു. തന്നെ അപമാനിക്കാൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചുവെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തിയാണ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചത്. അന്ന് ആ കേസ് അധികം ചർച്ചയാകാതെ പോയെങ്കിൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ വിഷയം ഉയർത്തിക്കാട്ടി CPM കുടുക്കാൻ ശ്രമിക്കുമ്പോൾ കടകംപള്ളിയുടെ മുകളിൽ ഒരു കണ്ണ് വേണമെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതിയെന്നാണ് CPM നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കും. അതേ ആരോപണ ശരങ്ങൾ ഏറ്റുനിൽക്കുന്ന കടകംപള്ളിയെ തൊടില്ലെന്നാണ് CPM പറയുന്നത്. പരാതിക്കാരി നേരിട്ട് പരാതി നൽകാതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസ് ഭാഷ്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആര് പരാതി നൽകിയിട്ടാണ് കേസെടുത്തതെന്ന് ചോദിച്ചാൽ പോലീസ് കൈമലർത്തും. മാങ്കൂട്ടത്തിന്റെയും കടകംപള്ളിയുടെയും കേസുകൾ താരതമ്യം ചെയ്യാനാവില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. നിലവിൽ ഒരു പരാതി പോലും രാഹുലിനെതിരെ ആരും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും നൽകിയിട്ടില്ല. എന്നിട്ടും സ്വമേധയാ കേസെടുത്താണ് CPM മാങ്കൂട്ടത്തിലിനെ കുടുക്കാൻ നോക്കുന്നത്. നിലവിൽ ആരോപണത്തിൽ കുടുങ്ങി നിൽക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. രാഹുലിനെതിരെ നടപടിയെടുക്കാൻ കാണിച്ച വ്യഗ്രത ഈ വിഷയത്തിൽ പോലീസ് കാണിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയും ആളുകൾക്കുണ്ട്. കടകംപള്ളി മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് കടകംപള്ളിക്കെതിരെ സമാന പരാതിയെത്തുന്നത്. കടകംപള്ളിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കണമെന്നും പറയുന്നുണ്ട് പരാതിയിൽ. ലൈംഗിക ആരോപണങ്ങളിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഇടത് നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ്. അത് തന്നെയാണ് സ്വപ്ന സുരേഷ് വീണ്ടും ചർച്ചയാകാനുള്ള കാരണം. രണ്ടും ഒരേപോലെയുള്ള വിഷയമായിട്ടും രണ്ടു നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസിന്റെ ഒരു ഉഗ്രൻ നീക്കം തന്നെയാണ് ആ സ്വപ്ന. അടൂർ പ്രകാശിന്റെ ആ വീഡിയോ കാണാം. നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് മറ്റൊരു കാര്യം വന്നല്ലോ. എന്താ അതാരാ പറഞ്ഞ? സ്വപ്ന സുരേഷ് അല്ലേ? ഒരു സമയത്ത് എന്തുവായിരുന്നു സ്വപ്ന സുരേഷ്? സ്വർണ്ണ ഒരു വീക്ക്നെസ് ആണ് എന്ന് വെച്ചാൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി ഇരിക്കുന്നതിന്റെ മുകളിലത്തെ മുറിയിൽ ഞങ്ങളൊക്കെ ആ ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്ന ഞാനും നമ്മുടെ അഗസ്തി ഞങ്ങൾ എല്ലാവരും, അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മണി ഇരിക്കുന്നു, ഞങ്ങളൊക്കെ അവിടെ സ്വതന്ത്രമായി കയറി പോകുന്നതാണ്. അതിനും മുകളിൽ സ്വപ്നയെ കൊണ്ടുവന്ന് ഇരുത്തിയത് എന്തിനാ? ഇരുത്തി അവിടെ പല കാര്യങ്ങളും ചെയ്യുവാൻ. അവസാനം പല കാര്യങ്ങളും ചെയ്ത് സ്വപ്ന സുരേഷ് ഇപ്പോൾ പുറത്തു പോയപ്പോൾ സ്വപ്ന സുരേഷ് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇന്നടത്താണ്. അവിടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്വപ്നയും കാണുന്നില്ല, ഒരു ആളുടെയും കാണുന്നില്ല. അവിടെയും ഉള്ള എന്തായിരുന്നു? സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്. സാധാരണ എൻ്റെ സുഹൃത്ത് ഇവിടുന്ന് പറഞ്ഞത് ഈ സർക്കാരിനുള്ള ഒരു കുഴപ്പമുണ്ട്, സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്. ആ സ്വർണം എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനിയിപ്പോ 7 മാസം തികച്ച് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നില്ല. 7 മാസം തികച്ച് ഭരണം നടത്താതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ കാണിക്കുന്ന ഈ കൊള്ളകൾ കേരളത്തിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇടുക്കിയിലെ കർഷകർ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇടുക്കിയിലെ കർഷകർ നിങ്ങളിവിടെ ഒത്തുചേരുമ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കണം. ആ മറുപടി കൊടുക്കുവാനുള്ളൊരു അവസരം വരുന്ന 4-5 മാസക്കാലത്തിനുള്ളിൽ 2026 വരാൻ പോകുകയാണ്. നിങ്ങൾ മറുപടി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ഇടുക്കിക്കാരെ ഒന്ന് കൊള്ളയടിക്കാൻ വേണ്ടി ഒരു ചെറിയ പണി തുടങ്ങിയിട്ടുണ്ട്. ആ ചെറിയ പണി എന്താ?
1960 നിയമം, അത് ചട്ടങ്ങൾ വന്ന് 1964. 1960 നിയമം വന്ന് ചട്ടങ്ങൾ വന്ന് 64 വന്നു എങ്കിൽ അതുമുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഇടുക്കിയിലെ കർഷകർക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലുടനീളം പട്ടയം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇടുക്കിക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഇടുക്കിയിലെ കർഷകർ, നിങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ ആ അധ്വാനത്തിലൂടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം കേരളത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിച്ച ഒരാളാണ് ഞാൻ. ആ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ ഇവിടെ പട്ടയം കൊടുത്തു. ആരാ കൊടുത്തത്? ഞാൻ കൊടുത്തു. 55,000-ത്തിലധികം പട്ടയമാണ് ഇടുക്കിക്കാർക്ക് കൊടുത്തത്. ഏത് നിയമമായിരുന്നെന്നറിയോ? 1960 നിയമം, 64 ചട്ടപ്രകാരം ഇവിടെ പട്ടയം കൊടുത്തു. അങ്ങനെയാണല്ലോ നമ്മുടെ പട്ടം കോളനി 955 ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഇവിടെ കൊണ്ടുവന്ന് പട്ടം താണുള്ള അന്നത്തെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ വന്ന് കുടിയിരുത്തിയ ആളുകളാണ് പട്ടം കോളനിയിൽ. ഇപ്പോഴത്തെ ആളുകളെന്ന് ഞാൻ പറയുന്നില്ല, അന്ന് 55 അവർക്ക് പട്ടയം കൊടുക്കാനുള്ള അവകാശം പോലും അവസരം ഒരുക്കിയത് UDFന്റെ കാലഘട്ടത്തിൽ, അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ അടൂർ പ്രകാശാണ് അവർക്ക് പട്ടയം കൊടുത്തത്. ആ പട്ടയം കൊടുത്തപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അവിടെ വന്നു. അവരെന്നെ അനുമോദിച്ചു. എന്നെ വേദിയിലിരുത്തിക്കൊണ്ട് മണി ആശാൻ പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മണി ആശാൻ പറഞ്ഞു. എങ്കിൽ ഞാൻ ഒന്ന് പറയാം, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി UDF എക്കാലവും നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ നിറവേറ്റപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ നിറവേറ്റിയെങ്കിൽ അവിടെ മാത്രമല്ല, മറ്റോരോ ജില്ലകളിലും 1,85,000-ത്തിലധികം പട്ടയം ആ കാലഘട്ടത്തിൽ കൊടുത്തു. അതിലാണ് 55,000 പട്ടയം ഇടുക്കിക്കാർക്ക് മാത്രം കൊടുത്തത്. ഏത് നിയമത്തിന്റെ വ്യവസ്ഥയില? 1960 നിയമം, 66 ചട്ടപ്രകാരം ആണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ? കൊള്ളകൾ നടത്തുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുൻപോട്ട് പോകുന്നതിന്റെ ഭാഗമെന്നുള്ള നിലയിൽ ഇടുക്കിക്കാരുടെ പോക്കറ്റിൽ കൈയിടാൻ വേണ്ടി തയ്യാറെടുപ്പോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും മറ്റും തീരുമാനം എടുത്തിരിക്കുന്നു. പോക്കറ്റടിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. ആ പോക്കറ്റടി ഈ നാട്ടിൽ നടക്കില്ല എന്ന് നിങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇപ്പൊ വന്നിട്ടുള്ള നിയമം നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കെട്ടിടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. അതാണ് ഇവിടെ അധ്യക്ഷൻ നമ്മുടെ ജോയി ഇവിടെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പടുത്തുയർത്തിയ കെട്ടിടം, ആ പടുത്തുയർത്തിയ കെട്ടിടത്തിന് വേണ്ട നിയമപരമായി, ഇതാരാ നിയമപരമായി നടപടി സ്വീകരിക്കുന്ന? പഞ്ചായത്തുകൾ നടപടി. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കാണുമല്ലോ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ കാണുമല്ലോ, ചെയർമാൻമാർ കാണുമല്ലോ. നിങ്ങൾ കൊടുത്തിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് കെട്ടിടങ്ങൾ വെച്ച്
അതിന് വേണ്ടുന്ന പണം അടയ്ക്കുക മാത്രമല്ല, ഇന്നും റവന്യൂ വകുപ്പിന് അടയ്ക്കേണ്ട പണവും അടച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ ഇനിയിപ്പോൾ ക്രമവൽക്കരിക്കണമെങ്കിൽ ആ കെട്ടിടത്തിന്റെ പ്ലിന്ത് ഏരിയ നോക്കിയിട്ട് അടുത്ത കൊള്ളയ്ക്കുള്ള അവസരം ഒരുക്കി.